സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നു മാത്രമല്ല അത്യന്തം പരിഹാസ്യവുമായിരിക്കുന്നു. വിശ്വാസികൾ ഒന്നടങ്കം തന്നെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം പൂർണ്ണമായും ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ മകരമണ്ഡലവിളക്ക് കാലഘട്ടങ്ങളിൽ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്കിന് ഇതിനേക്കാൾ ആൾക്കൂട്ടമുണ്ടാകാറുണ്ട്. സത്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു വിഡ്ഢിവേഷം കെട്ടുകയായിരുന്നു ഇന്ന് അയ്യപ്പ സംഗമത്തിന്. ഇതോടുകൂടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നാടകം പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അയ്യപ്പ സംഗമത്തിൽ 4800 പേർ പങ്കെടുക്കും എന്നാണ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും അവകാശപ്പെട്ടത്. പക്ഷെ പങ്കെടുത്തത് കേവലം 600-ൽ താഴെ ആളുകൾ മാത്രമാണ്. അതും പ്രാദേശികമായിട്ടുള്ള CPM-ൻ്റെയും DYFIയുടെയും CIT-യുടെയും പ്രാദേശിക പ്രവർത്തകരായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വിവിധ സെഷനുകളിൽ കേവലം 50-ൽ താഴെ ആളുകൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് വിശ്വാസികൾ പൂർണ്ണമായിട്ടും ഈ പരിപാടി ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആകെ ഉണ്ടായത് ഭഗവാൻ അയ്യപ്പൻ്റെ പേരിൽ CPM 7 കോടി രൂപ പുട്ടടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഭക്തി പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ചിന്താവിഷ്ടയായ സീതയിലെ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തെയാണ്. സ്വന്തം ചുമതലയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ചിന്താവിഷ്ടയായ സീതയിലെ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രം. അതിനോട് ഉപമിക്കാവുന്ന രീതിയിലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ റോൾ ഈ അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേവലം ഇത് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല തികച്ചും പരിഹാസ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പരാജയപ്പെടുക വഴി ഭഗവാൻ അയ്യപ്പൻ്റെ കോപം പിന്തിരിയാതെ പിണറായി വിജയനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും പിന്തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ആത്മീയതയിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടോ? ശബരിമലയിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടോ? ശബരിമലയിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടെങ്കിൽ, അയ്യപ്പനിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടെങ്കിൽ 41 ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടും താങ്ങി 18-ാം പടിയും കയറി ശബരിമല ദർശനം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഇനി ഏത് ആത്മീയതയായാലും ശരി, ആത്മീയതയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, മതത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഈശ്വരവിശ്വാസം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അത് പ്രകടമാക്കാൻ തയ്യാറാകണം. പക്ഷേ ഇത് കേവലം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്നത്. ആഗോളം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കേരളം മാത്രമാണ്. പക്ഷേ ഇന്നത്തെ അയ്യപ്പ സംഗമം കേരളത്തെ പോലും പ്രതിനിധീകരിക്കുന്നില്ല. കേവലം പത്തനംതിട്ട ജില്ലയെ കോന്നി റാന്നി മേഖലകളെ മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഭഗവാൻ അയ്യപ്പനോട് പരസ്യമായിട്ട് മുഖ്യമന്ത്രി മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത് ഈ ദയനീയമായിട്ടുള്ള ഈ സമ്മേളനം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ.
ഇത് മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ നേതാക്കന്മാരും മന്ത്രിമാരും കള്ളക്കണക്ക് പറയാൻ മിടുക്കന്മാരാ. വാസവൻ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണ് വിദ്യാഭ്യാസം എനിക്കറിയില്ല. ഇന്ന് എല്ലാ മാധ്യമ പ്രതിനിധികളും ഇവിടെ ഉണ്ടായിരുന്നു. 4800 പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ആകെ ഇട്ടത് 1500 കസേരയാണ്. അതിൽ പകുതിയധികം കാലിയായിരുന്നു. ഇന്ന് ചാനലുകളും ആ കാലിയായ കസേര കാണിച്ചിരുന്നു. ഏത് കണക്കടിസ്ഥാനത്തിലാണ് വാസൻ ഇത് പറയുന്നത്? ഇത് ശുദ്ധ അസംബന്ധം. ഇത്